ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവിങ് ഇറ്റ് വിത്ത് വിഷു ഗാരി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുടെ കൊച്ചിനിലെ MG റോഡിലുള്ള മെറാൽഡ ജുവൽസിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഞാൻ ഇതിന് മുന്നേയും എൻ്റെ കുറച്ച് ബ്രൈഡ്സിനൊപ്പം അവരുടെ ജ്വല്ലറി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെറാൽഡ വന്നിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ കുറേ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇന്ന് ഇവിടെ ഒരു കുഞ്ഞൊരു പേർച്ചേസിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മളുടെ കിമായ ബേബി ഉണ്ടല്ലോ, എൻ്റെ നീസ്. അപ്പോൾ കിമായയുടെ പാരൻസിന് കിമായയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജ്വല്ലറി എടുക്കാൻ വേണ്ടി, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് മെറാൽഡി വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ടെംപ്റ്റേഷൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഇവിടുത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നേരത്തെ നമ്മളൊരു വ്ളോഗിൽ കണ്ടിട്ടുണ്ട് ഇവരുടെ കളക്ഷൻസ്. അപ്പോൾ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കുറേ പുതിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഒരു ഫെസ്റ്റിവലും നടക്കുന്നുണ്ട് ബ്രൈഡൽ ജ്വല്ലറിയുടെ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, സോ നമ്മളുടെ കുറേ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് പ്രിറ്റിയാണെന്നറിയോ. സോ ഇന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് നെഫ്ലയാണ് ഇവിടുത്തെ സ്റ്റോർ ഹെഡ്. ഇപ്പോൾ നെഫ്ല എന്തൊക്കെയാണ് പുതിയ ഞാൻ നേരത്തെ കുറേ കളക്ഷൻസ് കണ്ടിട്ടുണ്ട്, നേരത്തെ ബ്രൈഡുമായിട്ട് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പം അതല്ലാതെ എന്തൊക്കെയാണ് പുതിയതായിട്ട് ഉള്ളതെന്ന് പറയാമോ? പുതിയ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ റേഞ്ചിലും നമുക്ക് ലൈറ്റ് വെയ്റ്റ് മുതൽ ബ്രൈഡൽ സെറ്റ്സ് വരെ നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിലെല്ലാത്തിലും നമ്മൾ പുതിയതായിട്ട് കുറേ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ തന്നെ എല്ലാ കാറ്റഗറിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ബ്രൈഡൽ ഗോൾഡാണിത്, 22 ക്യാരറ്റ് ഗോൾഡ് ഹാരംസ് ആണിത്, 22 ക്യാരറ്റ് ഗോൾഡ്. അതിൽ മുതൽ ഇതിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. വേറെ നമ്മളെ കളക്ഷൻസിൽ ഇത് പ്രീഷ്യസിലാണ് വരുന്നത്, ഇത് അൺകട്ടിലാണ് വരുന്നത്, ഇത് നമുക്ക് പോൾക്കി ഡയമണ്ട്സ്, ഇത് നമുക്ക് ഡയമണ്ട്സിലാണ് വരുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് കളക്ഷൻ അല്ലേ? ഇപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ പോൾക്കിയാണ് വരുന്നത്? അതല്ല, ഇത് പൊളിക്കല്ല, ഇത് കുന്തനിലാണ് ചെയ്തിട്ടുള്ളത്. പല രീതിയിലുള്ള സ്റ്റൈലിംഗ് ആണ് ഇപ്പൊ എല്ലാവരും. സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ആണ്. ചില ആൾക്കാർ സിംഗിൾ സെറ്റ് മാത്രമായിട്ട് ഇടുന്നതുണ്ട്, ചില ആൾക്കാർ മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെ ഔട്ട്ഫിറ്റ് ദെയർ ഓൺ പേഴ്സണാലിറ്റീസിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. പിന്നെ അതുപോലെ എന്തായത് ഇതിനൊക്കെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കോൺസെപ്റ്റിൽ വല്ലതും പേഴ്സണലൈസ് ചെയ്ത് ചെയ്യണം, നിങ്ങളുടെ ഔട്ട്ഫിറ്റ് അനുസരിച്ച് സിങ്ക് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അതും നമുക്ക് കസ്റ്റമൈസേഷൻ ആണ് ഇവരുടെ ഒരു വിത്തിൻ ഒരു 1 month മുന്നേയൊക്കെ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൈഡൽ സെറ്റൊക്കെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത്. നമുക്ക് ഒരു 80% ഓഫ് ആൾക്കാർ കസ്റ്റമൈസേഷൻ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്. ഓവർസീസ് ഉള്ള ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിലും ഇന്ത്യക്ക് പുറത്ത് എനിക്ക് പേഴ്സണലി കുറേ മേക്കപ്പിൻ്റെ ബ്രൈഡ്സ് ഒക്കെ NRIs ആണ്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് ഒക്കെ നാട്ടിൽ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഓൺലൈൻ ഷോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അല്ലേ, അങ്ങനെയൊക്കെ ഇല്ല? അതെ, നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കിപ്പം എന്തെങ്കിലും അവിടെ ഇരുന്നും കൊണ്ട് തന്നെ അവർക്ക് നമ്മൾ കളക്ഷൻ കാണാനുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോൾ അറേഞ്ച് ചെയ്യും. നമ്മൾ നേരത്തെ അവരൊരു അപ്പോയിൻമെൻറ്റ് ടൈം പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് നമ്മളൊരു റേഞ്ച് ഓഫ് കളക്ഷൻ അവർക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ നമുക്ക് ഡിസൈനർ ഉണ്ട്. ഡിസൈനറിൻ്റെതാണെങ്കിലും നമുക്കൊരു ഡിസൈനറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ടൈം ആൻഡ് ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അവരെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അവരുടെ തീം എന്താണ്, അവർ എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്കം ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഡിസൈനർ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഡിസൈനർ അത് സ്കെച്ച് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിലോട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ബ്രൈഡ്സിന്. ഓക്കെ, അതുപോലെ ഇതെന്താ? ഇതെനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു പീസാണ്. ഇത് എന്തായിരുന്നു? ഇത് ഡയമണ്ട് ആണ്. ഇത് ഡയമണ്ട് ആണ്. വേണമെങ്കിൽ ഇതൊരു സാരി ബെൽറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബ്യൂട്ടിഫുൾ ഒരു പീസാട്ടോ, നല്ല പീസാണ് കേട്ടോ. ഇതും എനിക്ക് തോന്നുന്നു ഹിപ്പ് ബെൽറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു
ഹെവി പീസ് ഓഫ് അതെ റൈറ്റ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് യെല്ലോ ഡയമണ്ട്സ് ആണ്. ഡയമണ്ട്സ് ആൻഡ് യെല്ലോ ഡയമണ്ട്സ് ആണ്. അത് ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ്, നിങ്ങൾക്ക് മോസ്റ്റ്ലി കാണാൻ പറ്റും. അതെ അതെ, ഭയങ്കര റേഞ്ച് ഓഫ് കളക്ഷൻ ഇവിടെ ഉള്ളത്. പേളിൻ്റെ ആണ്. ഇനി പലപ്പോഴും എൻ്റെ ഒത്തിരി ബ്രൈഡ്സ് ഇങ്ങനെ പേൾ ജ്വല്ലറി എവിടെയാ ലൈക്കിനോ, അത് പേളിൻ്റെ തന്നെ എനിക്കൊന്ന് പല പല കളർ ഓപ്ഷൻസും. ഇത് പ്യുവർ പേൾ ആണോ? ഇത് എന്താണ്? അതെ, ഇത് സൗത്ത് സീ പേൾസ് ആണ് വരുന്നത്. പിന്നെ ഇതിന് റോസ് ക്വാർട്സിന്റെ മറ്റേ കർബൂജ കട്ടിങ്ങിൽ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഡയമണ്ട് അല്ലേ? ദിസ് ഇസ് പോൾക്കി ഡയമണ്ട്സ് ആൻഡ് റോസ് കട്ട് ഡയമണ്ട്സ്. ഓക്കെ, ബ്യൂട്ടിഫുൾ പീസ്. ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ, ലെഹങ്ക ലുക്കിലും. ഇത് പേസ്റ്റൽസിൽ വരുന്നത് കാരണം തന്നെ, കാരണം കളർ എല്ലാം ഭയങ്കര സട്ടിലാണ്. അതെ, അപ്പം യു ക്യാൻ ഈസിലി സ്റ്റൈൽ വിത്ത് ഇപ്പോഴത്തെ ഒരു കൈൻഡ് ഓഫ് കളർ കോമ്പിനേഷൻ കുറച്ചുകൂടി സട്ടിലാണ്. അതിന്റെ കൂടെ ഈസിലി സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പീസാണ്. ഇത് സ്കിന്നിൽ വരുമ്പോൾ തന്നെ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കും. സ്കിൻ വരുമ്പോൾ കണ്ടില്ലേ ഇത് പ്രിട്ടി ആയിട്ട്. നവരത്ന ഇസ് ഇൻ ട്രെൻഡ്. നവരത്ന എനിക്ക് തോന്നുന്നു എപ്പോഴും ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഓണത്തിനൊക്കെ തന്നെ ഒത്തിരി ആൾക്കാർ ഞങ്ങൾ സ്റ്റൈൽ നമ്മുടെ ആ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ നവരത്ന കളക്ഷൻസ് ലൈക്ക് ബ്യൂട്ടിഫുൾ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊന്നും നവരത്ന അല്ലാതെ പട്ട് സാരിയുടെ കൂടെ അതിനൊരു ഭംഗിയുണ്ട്. അതെ, സോ ഇതൊരു എന്തിന്റെയും കൂടെ പോകുന്ന ഇത് പൊൾക്കി ആൻഡ് ഡയമണ്ട്സ് ആണോ? അത് പൊൾക്കി ആൻഡ് നവരത്ന. പൊൾക്കി ആൻഡ് നവരത്ന. ഇത് പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. ഇത് പൊൾക്കിയാണ് ചുറ്റും വരുന്നത്. ഇതിൽ റോസ് കട്ട് ഡയമണ്ട്സ് വരുന്നുണ്ട്. ഇതിൽ റൂബിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാം കാറ്റ്സായി, പിന്നെ എംബ്രോയിഡ്, ബ്ലൂ സഫയർ, കോറൽ, പേൾ എല്ലാം നവരത്ന എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇൻ ബിറ്റ്വീൻ നമ്മൾ പോൾക്കി ഡയമണ്ട്സ് കൊടുത്തതാണ്. വെരി പ്രിറ്റി, വെരി പ്രിറ്റി, വെരി ബ്യൂട്ടിഫുൾ പീസ് കേട്ടോ. നമ്മൾ ഫ്ലെക്സിബിൾ ഓൾസോ ആക്ച്വലി യു ക്യാൻ യൂസ് ഇറ്റ് ആസ് വേസ്റ്റ് ബെൽറ്റ് ഓൾസോ. ഇതും ആ ഒരു ഇതിൽ വരുന്നത് കാരണം ഫ്ലെക്സിബിൾ ആയത് കാരണം നമുക്ക് ഇത് ഹാരമായിട്ട് ഇടാം. പിന്നെ ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് ബെൽറ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഇതൊക്കെ എന്തായാലും നമ്മൾ പിന്നെ ഒരു ബനാറസി സാരിയുടെ കൂടെ കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും. സോ ബ്യൂട്ടിഫുൾ. ഇത് ശരിക്കും എന്താ പറയാ, കാശിമാലയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു അല്ലേ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അധികം ഇങ്ങനത്തെ ഒരു കളക്ഷൻ. സാധാരണ ഇങ്ങനത്തെ പേൾ അല്ലെങ്കിൽ ലൈക്ക് ഇങ്ങനത്തെ ഡ്രോപ്പിംഗ്സ് ഒക്കെ ഉള്ള ഒരു കാശിമാല നമ്മൾ സാധാരണ അങ്ങനെ കാണാറില്ല. ഇതില് ഈ ആന്റിക് ഫിനിഷ് കൊടുത്തിട്ട് അതിന്റെ മേലെ പേൾസും റൂബിയും പിന്നെ എമറൽഡും കൂടി വന്നപ്പോഴാണ് ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി പ്രിറ്റി. ആന്റിക് ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മേലെ പോൾക്കി ഡയമണ്ട്സും റോസ് കട്ട് ഡയമണ്ട്സും പ്ലസ് പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ബനാറസി സാരീസിന്റെ കൂടെയും അതുപോലെ ഓൾ സോർട്സ് ഓഫ് ലെഹങ്കാസ്, ഈവൻ സെറ്റ് സാരി എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു പീസാണ്. സിമ്പിൾ ഡിസൈൻസ് പ്രിഫർ ചെയ്യുന്ന ഇഷ്ടം പോലെ ബ്രൈഡ്സ് ഉണ്ട് കേട്ടോ. ലൈക്ക് ഇത്രയും വലിയ ഹെവി ജ്വല്ലറി പോവാൻ താല്പര്യമില്ലാത്ത ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പോൾക്കി. ഈവൻ ബ്രൈഡ്സ് അല്ലാതെ നമുക്ക് കാഷ്വലി അല്ലാത്ത ആൾക്കാർക്കും ഫംഗ്ഷൻ സിസ്റ്റേഴ്സിനോ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. This is in emerald and polki again. Below ഒരു 3 lakh ബഡ്ജറ്റിൽ വരുന്ന സംഭവങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ ഒരുപാട് റേഞ്ച് ഉണ്ട് അല്ലേ. അതെ, ഇതിൽ ഈ പെൻഡന്റ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തത്. പിന്നെ ഈ വർക്ക് എമറൽഡിന്റെ ഈ വർക്ക്, അതിന്റെ സൈഡിൽ വരുന്ന റോസ് കട്ട് ഡയമണ്ട്സ്, ഈ വർക്ക് നല്ലോണം ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടൊക്കെ എവറി ഒക്കേഷന് പറ്റിയിരുന്നു. അതെ, ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്രൈഡ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. മൾട്ടിപ്പിൾ സഫയർസ് ആണ് വരുന്നത് ഇൻ ബിറ്റ്വീൻ പോൾക്കി ആയിട്ട്. ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പെൻഡന്റ് ആണ്. കാവിംഗ് റൂബിയിൽ വരുന്ന ഒരു പെൻഡന്റ് ആണ്. സറൗണ്ടഡ് ബൈ പോൾക്കീസ് ആൻഡ് റോസ് കട്ട് ഡയമണ്ട്സ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പീസ്. മൾട്ടി കളറിലാണ് വരുന്നത്. സംതിങ് വെരി ഇൻ ബ്ലാക്ക് ആൻഡ് ഓൾ. ഇഫ് യു വെയറിംഗ് സംതിങ് ലൈക്ക് ദാറ്റ് നല്ല ഭംഗിയായിരിക്കും. അതെ അതെ, നല്ലൊരു പീസ് കേട്ടോ. ഇതുവരെ നമ്മൾ കാണിച്ചതൊക്കെ പോൾക്കിയിലായിരുന്നു. This is in uncut which we have launched lately. അൺകട്ടിലെ ഒരു ഡിഫറെൻറ്റ് വേരിയേഷൻ നമുക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു. അത് കാരണം ബ്ലൂ ടപ്പാസിലും പിന്നെ അൺകട്ടിലുമാണ്.
ഇത് uncut diamond. We have got a beautiful earrings along with this. Droppings. Droppings. It's a beautiful dropping. Like normal നമ്മൾ കാണുന്ന ഡിസൈനിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. Good piece. It's an exquisite piece. Yeah, beautiful. നമ്മൾ നോർമലി ഈ കാണുന്ന എൻ്റെ ഒരു ഡൗട്ടാണ്, ഞാൻ പലർക്കും ഈ ഡൗട്ട് ഉണ്ടായിരിക്കും തോന്നുന്നു. അൺകട്ട് ഡയമണ്ട് വരുമ്പോൾ നമുക്ക് ഡയമണ്ടിൻ്റെ പോലെ തന്നെ റീസെയിൽ വാല്യൂ ഇതൊക്കെ ഉണ്ടായിരിക്കും. അൺകട്ടിൻ്റെ റീസെയിൽ എന്ന് പറഞ്ഞാൽ ഓൺ എക്സ്ചേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് 75% ആണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്ചേഞ്ച്. അതെ, ഇതൊക്കെ നമ്മളുടെ ഡയമണ്ടിൻ്റെ പല പല സെറ്റിംഗ് അല്ലേ, സെറ്റിങ്ങിൽ വരുന്ന ഒത്തിരി ഡിഫറെൻറ്റ്, ഈവൻ അതിനകത്ത് തന്നെ കളേഴ്സും എല്ലാം വരുന്നുണ്ട്. നല്ല വൈറ്റ് ഗൗണൊക്കെ ഇട്ട ഒരു ക്രിസ്ത്യൻ ബ്രൈഡിനൊക്കെ ഐഡിയൽ ആയിട്ടുള്ള കുറേ പീസസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇവരുടെ സ്റ്റോറിൻ്റെ ഒരു ചെറിയൊരു പോർഷനിലുള്ള കുറച്ച് കളക്ഷനാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലത്തെ പീസസ് ഉണ്ട്. ഇതല്ലാതെയും അവർക്ക് ഒത്തിരി പീസസ് ഇവിടെ ഡിസ്പ്ലേയിലല്ലാത്തതും ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റോർ ആസ് എ ഹോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈവൻ ഇഫ് ലൈക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് വന്ന് ഇപ്പോൾ ബ്രൈഡ്സിനൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഞാൻ ബ്രൈഡുമായിട്ട് വന്നപ്പോഴും ദേ വർ വെരി കംഫർട്ടബിൾ. അതാണ് നമ്മൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇപ്പോൾ ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഇപ്പം സ്റ്റാഫും ചിലപ്പോൾ ബിസി ആയിരിക്കും, ഒരു എൻവയൺമെൻറ്റ് നമുക്ക് അത്ര ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പീസസ് ഒക്കെ കിട്ടണം എന്നില്ല. കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും ക്രൗഡഡ് ആയിട്ടുള്ള സ്റ്റോറിൽ. ഇവിടെയും ഇഷ്ടംപോലെ ക്രൗഡുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ലോഞ്ച് സ്പേസ് ഒക്കെ ഉണ്ട്, വെയർ ബ്രൈഡ് ആൻഡ് ഫാമിലി ക്യാൻ സിറ്റ് ടുഗെദർ വിത്ത് ദ ഡിസൈനേഴ്സ് ആൻഡ് ദ സ്റ്റോർ representatives to talk and design, select whatever they need. So അതാണ് ഇവിടുത്തെ ഒരു നമ്മൾ അതെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ബിക്കോസ് കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും പലപ്പോഴും നമ്മൾ ഒരു പർച്ചേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ അതായിരുന്നില്ല ഞാൻ പ്രിഫർ ചെയ്തെന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം അതിലേക്ക് ഒരു ഹറി കൊണ്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൈവറ്റ് സ്പേസ് കൊടുത്തിട്ട് ചെയ്യുന്നത്. കാരണം സോ ദാറ്റ് അവർ ഡിസ്റ്റർബ്ഡ് ആവാണ്ട് അവർക്ക് വേണ്ടത് എന്താണെന്ന് അവർക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ട് തന്നെ ബൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് ഒക്കെ കൊണ്ടുവന്ന് അല്ലെ, അങ്ങനെ ട്രൈ ചെയ്യുന്ന ബ്രൈഡ്സും ഉണ്ട്. ഔട്ട്ഫിറ്റും അതൊക്കെ കൊണ്ടുവന്ന് അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ജ്വല്ലറി ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള സംഭവം കിട്ടുമല്ലോ. അപ്പം അത് അവർ ആ റിലാക്സ് ചെയ്ത് അവർ ആ ടൈം എടുത്ത് ചെയ്യുമ്പോൾ തന്നെയാണ് അവർക്ക് ആ ബ്യൂട്ടിഫുൾ ഔട്ട്കം കിട്ടുന്നത്. ബി ഹാപ്പി, ദേ നെവർ റിഗ്രറ്റ്. അതെ. ആൻഡ് ദി ബെസ്റ്റ് പാർട്ട് അബൌട്ട് മെറാൾഡ ഇസ് ലൈക്ക് നിങ്ങൾക്ക് കൊച്ചിൻ്റെ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള മിക്ക ബ്രൈഡ്സും ഷോപ്പിങ്ങിന് ഫൈനലി ലൈക്ക് വെഡിങ് ഷോപ്പിങ്ങിന് ഏറ്റവും കൂടുതൽ വരുന്നത് കൊച്ചിൻ്റെ തന്നെ ആയിരിക്കണം മിക്ക ബ്രൈഡ്സും. അപ്പം വരുന്ന ടൈമിൽ തന്നെ ഇവിടെ ഈസിലി ആക്സസിബിൾ ആണ്. നമുക്ക് ബാക്കി നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ പോകുന്ന മിക്ക ഡിസൈനർ പ്ലേസസും അതുപോലെ തന്നെ സാരി സ്റ്റോഴ്സും എല്ലാം ക്ലോസ് ബൈ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ജ്വല്ലറി റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇവിടുന്ന് എല്ലാം സോർട്ട്. നഫ്ല, ഇത് നമ്മുടെ ആൻറ്റിക് കളക്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ആൻറ്റിക് ആണോ നഗാസ് ആണോ? നഗാസ് ആണ്. ഇത് നഗാസ് പാറ്റേൺ ആണ്. ഇത് നമ്മളെ ട്രഡീഷണൽ കാഞ്ചീപുരം പിന്നെ ബനാറസി സാരീസിൻ്റെ കൂടെ ഏറ്റവും സിങ്ക് ചെയ്യുന്ന മോഡൽസ് ആണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. കൂടുതലും ഹിന്ദു ബ്രൈഡ്സ് ആണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും അങ്ങനെ മാത്രമല്ല, ഹിന്ദുസ് മാത്രമല്ല, അല്ലാതെ മുസ്ലിംസും പിന്നെ ക്രിസ്ത്യൻസും ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ ബൈ ചെയ്ത് പോകാറുണ്ട്. കാരണം സാരിയിൽ വരുമ്പോഴത്തേക്ക് ഇത് നല്ല സിങ്ക് ചെയ്തിട്ട് നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് പോകുന്ന ഒരു കാറ്റഗറിയാണ്. ഇതിൽ നമുക്കൊരു ഇതൊരു ഹെവി പീസാണ്. ഇത് വലിയ ഇത് അത്ര ഇല്ല, ഇത് അത്ര ഹെവി അല്ല. ഇത് കാണുമ്പോൾ നല്ല ഹെവി ആണ് തോന്നുന്നതെങ്കിലും അത്ര ഹെവി പീസ് അല്ല. പക്ഷേ ഇത് നിറഞ്ഞു നിൽക്കും. പീസ് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ചോക്കറും മാത്രം മതി. ശരിയാണ്, ഒരു കുറേ മാലകൾ ഇടേണ്ട ആവശ്യമില്ല.
വലിയ ലൈക്ക് ഇങ്ങനെ നിറഞ്ഞ് മാലകൾ നിൽക്കുന്ന അത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ബ്രൈഡ്സ് ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെയുള്ളവർക്ക് കുറേ എണ്ണം കുറേ മാലകൾ വെക്കുന്നതിന് വരെ ഈ ഒരു ഒറ്റ വലിയൊരു പീസ്. ഇറ്റ്സ് വെരി പ്രിറ്റി, ഗോർജിയസ്. അതിലൊരു ഡിഫറെൻറ്റ് ഇത് ടോട്ടലി ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും ചോക്കും ചെയ്യാം, അതേപോലെ നമുക്ക് നെക്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു പാറ്റേൺ എനിക്ക് അതാണ് ഫസ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ. ഈ ഒരു മാല, അതിൻ്റെ ഒരു പാറ്റേൺ, ആ ഒരു കളർ, ആ ഒരു ഡൾ ഗോൾഡ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആ ഒരു വിൻറ്റേജ് രീതിയിലുള്ള ട്രൂ ആ ഒരു ഫിനിഷിങ് ഭയങ്കര ആൻറ്റിക് ലുക്ക്. ഐഡലും ഒക്കെ ഉണ്ട് അതിനകത്ത്. അതല്ലാതെ ഇതിൽ നമുക്ക് ദേവി ഈവൻ ഹിന്ദു റൈറ്റ്സ് അല്ലാത്തവർക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ വെച്ചിട്ട് കസ്റ്റമൈസ് രീതിയിലും ചെയ്തു. ഇത് അതിന് വേറൊരു പാറ്റേൺ ആണ് വരുന്നത്. എനിക്ക് വലിയ വെരി പ്രിറ്റി. ഞാനിപ്പോൾ കുറേ ക്രിസ്ത്യൻ ബ്രൈഡ്സ് അവരുടെ മന്ത്രകോടി ചേഞ്ചിൻ്റെ സമയത്ത്, സാരി ചേഞ്ചിൻ്റെ സമയത്ത് ഇങ്ങനത്തെ വലിയ ആൻറ്റിക് ഗോൾഡ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വലിയ പീസ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ, മന്ത്രകോടിയുടെ കൂടെ. അതുകൂടാതെ ഇങ്ങനത്തെ ഒരു നെക്ക് പീസും ചോക്കറാണ്. ഇത് ചോക്കും ചെയ്യാം, ഇതും നേരത്തെ പറഞ്ഞ മാതിരി ചോക്കും ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്ലേസ് ആയിട്ട് യൂസ് ചെയ്യാം. അതിനുള്ള ലെങ്തും ഉണ്ട്. അതെ, ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന ഒരു ഇതും ഈ പറഞ്ഞ മാതിരി വലിയ നല്ല വെയിറ്റ് തോന്നും, പക്ഷെ അത്ര ഹെവി അല്ല. ശരിയാ കേട്ടോ. ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുമെങ്കിലും അത്രയും ഹെവി അല്ല ശരിക്കും. എന്നാൽ കണ്ടാൽ നല്ലൊരു ഗോഡിനെസ്. ഇത് റൂബി ആയിരിക്കും. ഇത് അല്ല, അത് കെമ്പാണ് അല്ലേ? ഓ, നമ്മുടെ ഈ ടെമ്പിൾ ജ്വല്ലറി ഒക്കെ വെച്ച് ഇവിടെ ടെമ്പിൾ ജ്വല്ലറി ഉണ്ടോ? ഇതൊക്കെ ടെമ്പിൾ ജ്വല്ലറിന്റെ കാറ്റഗറിയിൽ വരുന്നു. അതല്ല, ട്രഡീഷണൽ ടെമ്പിൾ ജ്വല്ലറി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറ്. ഇതൊരു ഡിഫറെന്റ് പീസാണ്, സ്ലൈറ്റ്ലി ഇൻ ബിറ്റ്വീൻ പേൾസ് ഒക്കെ കൊടുത്ത്. അതാണ് ആന്റിക്കിന്റെ കൂടെ പേൾസ് അങ്ങനെ അധികം കാണാറില്ല. അത് ഒരു ഡിഫറെന്റ് ഡിസൈൻ കൊടുത്ത് ചെയ്യിച്ചത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീസ്. ഇവിടെ കുറച്ച് വോയിസിന് കുറച്ച് ഒരു നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നല്ല ക്രൗഡാണ് കേട്ടോ, നല്ല തിരക്കാണ് സ്റ്റോറിൽ. അപ്പോൾ നമുക്ക് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഐ ഹോപ്പ് ദാറ്റ്സ് ഓക്കെ, കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പെൻഡൻസും അതിൻ്റെ മാച്ച് ചെയ്യുന്ന നവരത്നയുടെ ഒക്കെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിയ പെൻഡൻസും കമ്മലും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ബാംഗിൾസിൻ്റെ വലിയ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുറേ ടൈപ്സ് ഓഫ് ബാംഗിൾസ് ഉണ്ട്. ആൻറ്റിക്കിൻ്റെ കൂടെ വരുന്നതും അതുപോലെ തന്നെ കൂൾക്കിയുടെ കൂടെ നമ്മുടെ ലെഹങ്ക ലുക്കിലൊക്കെ വെച്ച് ഇടാൻ പറ്റുന്ന കുറേ ഉണ്ട്. ഇത് ഭംഗിയാക്കി ഇത് കുന്തൻ സ്റ്റോൺ എല്ലാം കൊണ്ടാക്കുന്നത്. അപ്പോൾ ബാംഗിളിന് പകരം യു ക്യാൻ ഓൾസോ കൺസിഡർ ഇങ്ങനത്തെ വലിയ ബ്രേസ്ലെറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പിന്നീട് ബ്രേസ്ലെറ്റ് അല്ല നിങ്ങൾക്ക് ഒരു ചോക്കറായിട്ടൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചോക്കറായിട്ട് യൂസ് ചെയ്യാം. കുറേ ബാംഗിൾസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ വരുന്നതാണ്. കുറഞ്ഞ വെയിറ്റേ ഉള്ളൂ, പക്ഷെ നല്ല വീതിയിൽ നല്ല രാജസ്ഥാനി ഡിസൈനൊക്കെ വരുന്ന ബാംഗിൾസ് ആണ് കേട്ടോ. ഇത് അഡ്ജസ്റ്റബിൾ ആണ്, സ്ക്രൂ ടൈപ്പ് ആണ്. ഇത് സ്ക്രൂ ടൈപ്പ് അല്ല, ഇത് വേണമെങ്കിൽ നമുക്ക് സ്ക്രൂ ടൈപ്പിൽ ചെയ്യാം. ഇതൊരു ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ള മാല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാശ്മാലയുടെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് കാണുന്നത് അല്ലേ? ഇത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരുന്ന കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ഡിസൈൻ ഓക്കെ. നിങ്ങൾക്ക് ഈ അമ്മമാർക്കൊക്കെ അധികം ഫോർ എനി കാറ്റഗറി ഈവൻ വിത്ത് ബെസ്റ്റ് ഔട്ട്ഫിറ്റ് ഐ തിങ്ക് ഇറ്റ് ഇങ്ങനത്തെ കുറേ വെറൈറ്റീസ് കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പീസസ് നിങ്ങളെ കാണിക്കുന്നത്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇറ്റ്സ് സോ പ്രിറ്റി ആൻഡ് വെരി യുണീക്ക് ഡിസൈൻ. ഞാനിത് വേറെ എവിടെയും ഇങ്ങനത്തെ ഒരു കാശുമാല കണ്ടിട്ടില്ല. ആൻഡ് അതിൽ ആ കാശൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറിയ എന്താ പറയുക രസമുള്ളൊരു സംഭവം. ഇതല്ലേ ഇത് ഇങ്ങനെ മടങ്ങി പോവും. സ്റ്റാക്കബിൾ ജ്വല്ലറീസ് അല്ലേ, ഭയങ്കര മോഡേൺ ആയിട്ടുള്ള. മോഡേൺ ഔട്ട്ലൈൻ. ഇതൊരു പീസ് സെപ്പറേറ്റ് ആയിട്ട് ലേറ്റർ ഓൺ, ഇതൊരു പീസ് സെപ്പറേറ്റ് ലേറ്റർ. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡേയ്സ് ആണ് ഫംഗ്ഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഡിഫറെന്റ് ലുക്സിനൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഈ ജോധാപൂർ മൂവീസിലൊക്കെ അല്ലല്ലേ? അതെ, കൈൻഡ് ഓഫ്. അപ്പോൾ ഇത് സിംഗിൾ പീസ് ആയിട്ട് ഒരു ദിവസം മറ്റേ ഗ്രാൻഡ് ഉള്ള ദിവസം യൂസ് ചെയ്യാനും ചെയ്യാം. പിന്നെ പല പീസസ് ആയിട്ട് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം വെഡിങ്ങിന് ശേഷം. മൾട്ടിപ്പിൾ. സോ പ്രിറ്റി, വെരി വെരി പ്രിറ്റി. Each piece is not a continuation. Even though it is like it is a single piece, but it is giving you different looks. This is with pendant. This is without pendant. അപ്പോൾ ആ പെൻഡന്റ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ചെയിനിൻ്റെ കൂടെ അല്ലാതെ പെൻഡന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ചെറിയൊരു പെൻഡന്റ് ആയിട്ട്. This is in gold. It's a beautiful piece. Very classy, very elegant. ഈ പേൾസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് റോയൽ ലുക്ക്, ഒരു ഫൈൻ ലുക്ക് വരും. അതെ അതെ. ഒരൊറ്റ പീസ് വിത്ത് സാരി would do like stunning. ഇത് ഡയമണ്ട്സ് എങ്ങാണ്? അല്ലല്ല, നത്തിങ്. പോൾക്കിയല്ല, ഇത് കുന്തനിലാണ്. വെരി ലൈറ്റ് വെരി ലൈറ്റ് വെയിറ്റ്. ഇത്രയും വലിയ വർക്ക് കണ്ടാലും നമുക്ക് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. സോ ഇതൊക്കെ ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ പീസസ് ആണ്. ബ്രൈറ്റ്സ് ഇത് കൺസിഡർ ചെയ്യണം. സ്റ്റണ്ണിങ്. അതൊന്നും പറയാനില്ല. ഇവിടെ ഒരു സംഭവം കണ്ടോ? ഈ വീഡിയോ അപ്കമിംഗ് ബ്രൈഡ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു വിസിറ്റ് മെറാൽഡ ആൻഡ് കൊച്ചിൻ. ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.